നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാനേ വണ്ടി എടുത്തിട്ട് വരാം. ശ്യാമേട്ട ദേവര് വരുന്നുണ്ട്. ആ ഇനി നമുക്ക് സമാധാനത്തോടെ പോവാലോ. നിങ്ങൾ ഇറങ്ങിയോ? പ്രതിഭയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മുഖത്ത് നല്ല ക്ഷീണുണ്ട്, എന്നാലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. ഇന്ദ്രേട്ടൻ കരിക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അത് കുടിക്കുമ്പോ ക്ഷീണമൊക്കെ അങ്ങ് മാറും. എന്താ പിന്നെ വിട്ടോ, ലേറ്റ് ആക്കണ്ട. ശ്യാമേ, ഏത് ഡോക്ടറാ? ഡോക്ടർ പാർത്ഥസാരഥി. വേറെ ആരെയും കാണിച്ചിട്ടും ഒരു കുറവില്ല ഇന്ദ്രേട്ടാ. ഇനി ഹോമിയോ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ആ, പാർത്ഥസാരഥി നല്ല ബെസ്റ്റ് ഡോക്ടറാ. എന്നാ പിന്നെ നിങ്ങൾ പോയിട്ട് വാ. ചെല്ലു സോനെ. ശരി. വാ, കേറ്. പോയിട്ട് വരാം. പ്രതിഭ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേച്ചി. ഇന്ദ്ര, ആ കരിക്കിങ്ങതാ. ഞാനേ അവക്ക് കരിക്ക് വെട്ടിക്കൊടുക്കാം. പ്രതിഭയുടെ ക്ഷീണവും ഛർദിയും ഒക്കെ അതോടെ മാറും. അമ്മേ, ഞാൻ കൊടുത്തോളാം. അമ്മേ, അമ്മ പോയി റെസ്റ്റ് എടുത്തോ. വേണ്ട, നീ ആയിരുന്നു തളർന്നത്. എനിക്കിതൊക്കെ ശീലമാ. അതെ, നീ ഇനി ഒന്നും ചെയ്യാൻ നിക്കണ്ടനു. പോയി നന്നായി റെസ്റ്റ് എടുക്ക്, അല്ലെങ്കിൽ നാളെ എഴുന്നേക്കാൻ പറ്റില്ല. അതമ്മ പറഞ്ഞത് ശരിയാ. അത്രമാത്രം ഇന്ന് നമ്മൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും ദൂരം ഒരുമിച്ച് നടക്കാൻ ആദ്യമായിട്ടാ. ആ പ്രതിഭ, ബിച്ചുമോൻ എവിടെ? അവൻ എന്റെ കൂടെ മുറിയിലുണ്ടായിരുന്നു ചേച്ചി. അവിടെ ഇരുന്ന് കളിക്കുക. ഞാൻ വിളിക്കാം. വേണ്ട വേണ്ട, നീ പോയി കരിക്ക് വെള്ളം കുടിക്ക്. ഞാൻ പോയി മോനെ എടുത്തിട്ട് വരാം. നീ ചെല്ല്, ഞാൻ പോരാ. പ്രചാരണത്തിന് പോയിട്ട് എന്തായി അമ്മേ? അനുചേച്ചി വോട്ടർമാരെല്ലാരും കൂടി ജയിപ്പിക്കില്ലേ? ആളുകളൊക്കെ നല്ല സപ്പോർട്ടാ. ജയിക്കേണ്ടതാ. അല്ല, സത്യം വിളിച്ചിരുന്നോ പ്രതിഭേ? രാവിലെ വിളിച്ചതാ, പിന്നെ വിളിച്ചില്ല. ഓ, ആ, അവൻ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നാളെ ആയിരിക്കും വരുന്നല്ലേ? അവിടുത്തെ പണി കഴിഞ്ഞാ അപ്പൊ തന്നെ കിട്ടുന്ന വണ്ടിയിൽ സത്യേട്ടൻ വരുമെന്നാ പറഞ്ഞത്. നാ, ഇത് കുടിക്ക്. ഏതായാലും ഇതുവരെ കേറിയെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. ആ, ഇനിയിപ്പോ വണ്ടി കയറിയാലും രാത്രിയാവും എത്താൻ. ആ ആ, നീ പോയി കുടിക്ക്, ക്ഷീണമൊക്കെ മാറട്ടെ. അമ്മ ചില സമയത്ത് നമുക്ക് പിടിതരുന്നേ ഇല്ലല്ലോ ഇന്ദ്രേട്ട. പ്രതിഭയും അമ്മയുടെ മാറ്റം കണ്ട് ആകെ ഞെട്ടിയിരിക്കാം. രാവിലെ എഴുന്നേറ്റപ്പോ അവളുടെ ക്ഷീണവും മനം പുരട്ടലും വെറും അഭിനയാണെന്ന് പറഞ്ഞ അമ്മ ഇപ്പൊ അവൾക്ക് കരിക്കും വെള്ളം കൊടുക്കുന്നു, റെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അവക്ക് വേണ്ടി അമ്പലത്തില് വഴിപാട് വരെ നേർന്നിട്ടുണ്ട് അമ്മ. തിരിച്ചു വരുമ്പോ പ്രതിഭയ്ക്ക് വേണ്ടി കരിക്ക് വാങ്ങിക്കാൻ പറഞ്ഞതും അമ്മ തന്നെയാ. അപ്പോഴേ അമ്മയുടെ മാറ്റം ഞാൻ നോട്ട് ചെയ്തു. സത്യത്തില് അനുവിന് അമ്മയോടൊപ്പം വിടുന്നത് റിസ്ക് ആണെന്ന് തോന്നിയതുകൊണ്ടാ ഞാനും കൂടി പ്രചാരണത്തിന് ഇറങ്ങിയത്. പിന്നെ അത് വേണ്ടായിരുന്നെന്ന് തോന്നി. ആ, അത് ശരിയാ. നമ്മൾ പേടിച്ചതുപോലുള്ള കണക്കുകൂട്ടലൊന്നും അമ്മയുടെ മനസ്സിലില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇന്ദ്രേട്ടൻ വന്നതുകൊണ്ട് വേറൊരു ഗുണമുണ്ടായി. എന്താ? നാട്ടുകാരുടെ എല്ലാം മുന്നിൽ വെച്ച് ഇതെന്റെ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ്
അമ്മ എന്നെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തുന്ന കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പണ്ടമ്മ എന്നെ ഒരിടത്തേക്കും കൊണ്ടുപോയില്ലായിരുന്നു. അഥവാ കൊണ്ടുപോയാലും ഒരു ജോലിക്കാരിയെ കൂടെ കൂട്ടുന്ന രീതിയിലായിരുന്നു അമ്മയുടെ പെരുമാറ്റം.